വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വായ്പാ തിരിച്ചടവിന് നോട്ടീസ് നൽകി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ. വായ്പ തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലെന്ന് ദുരന്തബാധിതർ. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നോട്ടീസ് അയക്കുന്നു. മുമ്പ് നോട്ടീസ് ലഭിച്ച ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ആ നിലയിലാണ് ദുരന്തബാധിതരോട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് നോട്ടീസ് ലഭിച്ച ചൂരമല സ്വദേശി രാജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, എന്നാണ് നോട്ടീസ് ലഭിച്ചത്? ഈ ദുരന്തം ഉണ്ടായ ശേഷം അവർ നിങ്ങളെ വീണ്ടും വിളിച്ചോ? എന്താണ് ഒരു സാഹചര്യം നിലവിലെ? എനിക്ക് നോട്ടീസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 15-നാണ് അവരുടെ ഡേറ്റ് കാണുന്നത്. എനിക്ക് കൈപ്പറ്റിയത് ഞാൻ 25-ാം തീയതിയാണ്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ 2 കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ മുമ്പ് നമ്മളെ കോൾ ചെയ്തായിരുന്നു. ചേട്ടനായിരുന്നു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേപ്പറായിട്ട് നമുക്ക് അതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വിളിക്കാനുള്ള ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്നത് അവിടുത്തെ ഹൈക്കോടതിയുടെ വക്കീലാണെന്ന് അറിയുന്ന പോലും ഞങ്ങൾ ലാസ്റ്റാണ്. ഞാൻ അവിടുത്തെ ഓഫീസിൽ നിന്നായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇതുവരെ EMI മുടങ്ങി കിടക്കുകയാണ്, ഇതുവരെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ട് നമുക്ക് അടയ്ക്കാനുള്ള നിർവാഹമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഞങ്ങൾ സറണ്ടർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് EMI അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി അവർ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ അവർക്ക് സറണ്ടർ ചെയ്തു. അവരുടെ ഒരു ലെറ്റർ പേഡുള്ളൊരു ബുക്കുണ്ട്, അതിനകത്ത് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ വെച്ച് തീരുമല്ലോ, ഇനി ഞങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരി എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയറൻസ് പേപ്പർ തരണമല്ലോ, നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയറൻസ് പേപ്പർ തരണം. ഇവർ തന്നിട്ടില്ല. ആ വണ്ടി ഞാൻ യാർഡ് കൊണ്ടുപോയിട്ടു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിക്കുന്നത് തന്നെ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വണ്ടി സെയിലിന് വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഈ വക്കീലാണ് കേട്ടോ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സംഭവം നടന്നല്ലോ, ഈ ദുരന്തം നടന്ന ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചു എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ 3 ദിവസം മുമ്പ് എനിക്ക് പല കോളുകളും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നമ്പർ കാര്യങ്ങളില്ല. ഇതിൽ തന്നെ ഒരുപാട് നമ്പറുകളുണ്ട്, ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിച്ച് ഞാൻ സേവ് ചെയ്തിട്ടില്ല. എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കോടതിയുമായിട്ട്, നിങ്ങളുടെ ഇവിടുത്തെ കൽപ്പറ്റ കോടതിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, നിങ്ങൾക്കൊരു അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് ഈ അറസ്റ്റ് വാറണ്ട്? അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാദറിനും ഗ്യാലണ്ടർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാലണ്ടർ എൻ്റെ ചേട്ടനാണ്, എൻ്റെ മൂത്ത ചേട്ടനാണ്. RC ഓണർ എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതല്ല, നമുക്ക് ഈ അറസ്റ്റിന് മാത്രം ഉള്ളതുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. എത്ര രൂപ അടയ്ക്കണം എന്നാണ് ഈ കമ്പനി? അവർ പറയുന്നത് 2,60,000 രൂപ അടയ്ക്കണം എന്നാണ് പറയുന്നത്. 2,30,000 രൂപ. ഈ പൈസ അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഇത് പൈസ അടയ്ക്കാനുള്ള സാഹചര്യമാണോ ഇപ്പോഴത്തെ ഒരു? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് അടയ്ക്കാനുള്ള ഒരു നിർവാഹമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നിടം 900 കണ്ടിയാണ്. 900 കണ്ടിയിലുള്ള 250 വണ്ടികളുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് നിൽക്കുന്ന 250 പേർക്കും നമുക്ക് തൊഴിലില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് വരെ, നമുക്കിപ്പോൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം വരെ നമുക്കിപ്പോൾ ഓരോ സംഘടനകൾ കൊണ്ടുതരുന്ന കിറ്റും കാര്യങ്ങളും കൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ 23 ദിവസമായി നമ്മൾ ക്യാമ്പിൽ തന്നെ ബാധിക്കുന്നവർ 23 ദിവസമായി. അപ്പോൾ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നാണ് എനിക്ക് ഇത് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രാജേഷിനെ പോലെ നോട്ടീസ് ലഭിച്ച മറ്റു സുഹൃത്തുക്കൾ കൂടി ഉണ്ട് എന്ന് രാജേഷ് തന്നെ പറയുന്നു. എന്തായാലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ദുരന്ത ബാധിതരോട് അവരുടെ എടുത്ത വായ്പ തിരിച്ചടയ്ക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകുന്നു. ഒപ്പം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങൾ കൂടി അവർക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ നിബിൻ രാജിനൊപ്പം AK ലതീഷ്.